ഹായ് പറയൂ, ഇങ്ങോട്ട് നോക്കിയാ. ഹായ് ഹായ് അമ്പിമോളെ, നമ്മളെ ഉടുക്ക പോയത് അമ്പിക്കുട്ടി, ആ പോണെന്താ വണ്ടിയോ? എന്ത് വണ്ടിയാ? ആ ഐശു, വണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത്. നമ്മളെ കുട്ടീനൊക്കെ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ മക്കളെ നല്ല കരുതണം. ഞാനേ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ കാണാനിടയായി. പക്ഷെ എന്ന് കഴിഞ്ഞതാണ് സംഭവം എനിക്കൊരു ഐഡിയ ഇല്ല. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒന്ന് കണ്ടു. വീഡിയോ കണ്ടില്ലേ? ഈ വീഡിയോ എന്ന് നടന്ന സംഭവം എനിക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ആയിട്ട് കണ്ടിട്ട് എനിക്ക് ഇവിടെ അടുത്ത് നടന്നതാണെന്നാ തോന്നുന്നത്. സംഭവം എന്താ വെച്ചാൽ മക്കളെ നല്ല കരുതണം. നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരു യൂട്യൂബ് കണ്ടന്റ് എന്ന് മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ നല്ലൊരു മെസ്സേജ് എത്തിക്കുക എന്നുള്ളതും കൂടി ഇതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. കാരണം ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. അവിടെ പൊന്നു മക്കൾ, ചെറിയ മക്കളൊക്കെ ചിലപ്പോൾ റോഡരികിലൂടെ ഒക്കെ, ചിലപ്പോൾ ഉള്ളേരിയയിൽ ചെറിയ റോഡൊക്കെ ആവും. അത് വേണ്ട. ഈ വീഡിയോയിൽ ഇപ്പൊ എങ്ങനെയാ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. വീഡിയോയില് പിന്നെ ഈ കുട്ടിനെ പിടിച്ച് വണ്ടിക്ക് എടുത്തിട്ട് കൊണ്ടുപോവാണ്. അത് നമുക്കിട്ട് വേറൊരാൾ വന്നിട്ട് രക്ഷപ്പെടുത്താൻ നോക്കേണ്ടി ഒരു വണ്ടി എടുത്ത് പോവാണ്. അപ്പൊ സംഭവം ഭയങ്കര ഇത് തന്നെയാണ്. അപ്പൊ എല്ലാവരും നമ്മളെ മക്കളോടൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയാം. കുട്ടികളെ ഇപ്പൊ അറിയുന്നവരായാലും അറിയാത്തവരായാലും ടച്ച് ചെയ്യുമ്പോൾ ബാഡ് ടച്ച് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ബാഡ് ടച്ച് ഒക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക, എങ്ങനെ എന്താ ഏതാന്നുള്ളതൊക്കെ. പിന്നെ അതേപോലെ കുട്ടികളോട് നല്ലോണം കരുതാൻ പറയാം. റോഡരികിലൂടെ പോകുമ്പോൾ നല്ലോണം മാത്രല്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് കുട്ടികളെ ഒറ്റയിട്ട് പറഞ്ഞേക്കാൻ നിൽക്കാം. കഴിയുന്നത് ആക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ കൂട്ടത്തിൽ പറഞ്ഞേക്കരുത്. ഒന്നെങ്കിൽ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ കൂട്ടത്തിൽ കുട്ടികളൊപ്പം വിടുക. അതെ. സംഭവം ഭയങ്കര വിഷയമാണ് അല്ലേ? ഏതായാലും ആ കുട്ടി എന്തായി, പിന്നെ എന്തായി അതിന്റെ ആ വീഡിയോന്റെ ബാക്കി എന്താ സംഭവം നമുക്ക് ഐഡിയ കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ നമ്മളൊന്ന് അറിയിച്ചുക. ഇത് അറിഞ്ഞപ്പോ എന്തായിരിക്കും ഇതിന്റെ സംഭവം, എന്താണ് ഈ കുട്ടിനെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക, ആ രക്ഷപ്പെടുത്താൻ പോയ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ, അല്ലെങ്കിൽ ആ പിടിക്കാൻ വന്നവരെ കൈ പിടിച്ചോ, എന്താ സംഭവം എന്നൊരു പിടുത്തം കിട്ടിയിട്ടില്ല. ചെറിയ മക്കളൊക്കെ എന്താലേ വീഡിയോ കണ്ടിട്ട് വീഡിയോ കാണുമ്പോ തന്നെ ഒരു എന്താ പറയാ. അതെ, അപ്പൊ അതെ. അപ്പൊ ദയവ് ചെയ്ത് നമ്മുടെ മക്കളൊക്കെ നല്ലോണം കരുതുക. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് ദയവ് ചെയ്തിട്ട് നിങ്ങളൊപ്പം ഇല്ലാത്ത സമയത്ത് കുട്ടികളെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞേക്കുമ്പോ ദയവ് ചെയ്ത് ഗോൾഡിന്റെ ഒന്നും കുട്ടീനെ ഒന്നും വെക്കരുത്. കാരണം ഗോൾഡിനൊക്കെ ഇപ്പൊ നല്ല റേറ്റ് ഉള്ള സമയമാണ്. അതെ. അപ്പൊ കുട്ടികളെ പുറത്തോട്ട്, പ്രത്യേകിച്ച് സ്കൂളിലേക്ക്, ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് സ്കൂൾ വിട്ടുന്ന കുട്ടികളെ. അപ്പൊ നല്ലോ ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ കുട്ടികളോട് നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അറിയാത്ത ആര് എന്ത് തന്നാലും ഒരിക്കലും വാങ്ങിക്കരുത്. അങ്ങനെ നോക്കിന് ചെയ്യുന്നത് കുട്ടികൾ മനസ്സിലാക്കുക. കുട്ടികൾക്ക് മെസ്സേജ് എത്തിക്കുക. നമ്മുടെ മക്കളെ നല്ലോണം ശ്രദ്ധിക്കുക. ചെറിയ സ്കൂളിൽ പോവാത്ത മക്കളാണെങ്കിലും എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോ ചില ഷോപ്പിൽ നിന്നൊക്കെ കാണാറുണ്ട്. അതേപോലെ വേറെ ഒന്ന് നോക്കേണ്ടി കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രഹസ്യമായിട്ട് ഒരു കോഡ് പറഞ്ഞു കൊടുക്കുക. ഈ പറഞ്ഞങ്ങനല്ലേ, അതായത് വേറെ ആരെങ്കിലും ഒക്കെ ചെല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ആര് വന്ന് വിളിക്കുകയാണെങ്കിൽ കുട്ടിക്ക് ഒരു കോഡ് പറഞ്ഞു കൊടുക്കുക. ആര് വരികയാണെങ്കിലും ഈ കോഡ് നമുക്ക് ആ കുട്ടിക്ക് മാത്രം അറിയാൻ കോഡ്, കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിൽ മനപ്പാടാക്കി വെക്കാൻ പറ്റിയ കോഡ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയാണ് ഈ കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മക്കളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ.